നിങ്ങൾ എത്ര പേര് അലക്സാണ്ടർ അലക്കൈനെ പറ്റി കേട്ടിട്ടുണ്ട്? ലോകം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് അറ്റാക്കിംഗ് ചെസ് പ്ലെയർ ആയിരുന്നു അലക്സാണ്ടർ അലക്കൈൻ. ഇവിടെ അലക്കൈൻ്റെ ഒപ്പോണൻറ്റ് ഈ ഒരു ബിഷപ്പിനെ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അലക്കൈൻ കളിക്കുന്ന മൂവ് ക്യൂൺ ടേക്സ് G6 ആണ്. ഇത് വളരെ നോർമലായിട്ടുള്ള മൂവാണ്. കാരണം പോൺ വെച്ചിട്ട് ഈ ഒരു ക്യൂവിനെ വെട്ടിയെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ ചെക്ക് വരും, ആ പോൺ പിൻഡാണ്. അപ്പോൾ അതൊന്നും ഇവിടെ നടക്കുന്നില്ല. നൈറ്റ് H7 കളിച്ചിട്ട് ക്യൂവിനെയും കൂടെ കളിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു. അല്ലെങ്കിൽ ക്യൂവിന് ഇവിടെ കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് അലക്കൈൻ്റെ ഒപ്പോണൻറ്റ് നൈറ്റിനെ H7 കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ ഭയങ്കര ക്രേസി ആയിട്ടുള്ളൊരു മൂവ് അലക്കൈൻ കളിക്കുകയാണ്. നൈറ്റ് D5. അതെ, ഈ നേരത്തെ ഈ ഒരു ബിഷപ്പും ക്യൂവിൻ്റെ ഡയഗണൽ ഉള്ളതുകൊണ്ട് നേരത്തെ ഒരു പിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മൂവ് കളിക്കുന്നതോടെ ആ ബിഷപ്പും ക്യൂവിനും കുറച്ച് ഡിസ്കണക്റ്റഡ് ആയിട്ട് തോന്നാം. പക്ഷേ ഇവിടെ ഈ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ ഈ ഒരു ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം കളിക്കാൻ പോകുന്നത് എന്താണ്, നൈറ്റ് E7 ഡബിൾ ചെക്ക്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കിങ് മൂവ് ചെയ്യാന്നുള്ള ആകെയുള്ള മൂവ്. ഇവിടെ നൈറ്റും വെച്ചും ചെക്കാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നൈറ്റും വെച്ചും ചെക്കാണ്, ബിഷപ്പും വെച്ചും ചെക്കാണ്. അപ്പോൾ ഓൺലി മൂവ് കിങ് H8 ആണ്. ഇവിടെ പക്ഷേ ജസ്റ്റ് നൈറ്റ് G6 ചെക്ക് മേറ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കിങ്ങിന് ഈ സ്ക്വയറിലോട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം ബിഷപ്പ് ആ ലോങ് ഡയഗണൽ കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ക്യൂവിന് എടുത്തു കഴിഞ്ഞാൽ നേരെ ചെക്ക് മേറ്റിലേക്ക് പോകുമെന്ന് അലക്കൈൻ്റെ ഒപ്പോണൻറ്റ് കാണുന്നു. അതുകൊണ്ട് കിങ്ങിനെ ഈ ഒരു ഡേഞ്ചറസ് ഡയഗണലിൽ നിന്ന് മാറ്റി കിങ് H8 കളിക്കുന്നു. ഇവിടെ എന്ത് സംഭവിക്കും, നൈറ്റ് E7. അതെ, വീണ്ടും അവിടെ ക്യൂവിനോട് ബലി കൊടുക്കുകയാണ്. ഇവിടെ വേണമെങ്കിലും ക്യൂവിനെ വെട്ടിയെടുക്കാം. ഇവിടെ ക്യൂവിനെ വെട്ടിയെടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഇത് തന്നെ സംഭവിക്കും. ക്യൂവിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നൈറ്റ് G6 ചെക്ക് മേറ്റ് ആണ്. കിങ്ങിനെ എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, ചെക്ക് മേറ്റ് ആണ്. ഇവിടെ ബ്ലാക്കിന് കൊടുക്കാവുന്ന ബെസ്റ്റ് ട്രൈ എന്തെന്ന് കഴിഞ്ഞാൽ ക്യൂൺ ടേക്സ് നൈറ്റ് ആണ്. പക്ഷേ ഇവിടെയും ഒരു ഇൻട്രസ്റ്റിംഗ് വേരിയേഷൻ ഉണ്ട്. ജസ്റ്റ് പോൺ ടേക്സ് E7. അപ്പോൾ ഇവിടെ പല രീതിയിൽ ഇവിടെ മേറ്റുകൾ ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ ചെയ്താലും ഇപ്പോൾ ലെറ്റ്സ് F ടേക്സ് G6 കളിക്കുകയെന്ന് വെച്ചോ. ഇവിടെ നമ്മൾ ഈ അലക്കൈൻ ഇവിടെ റൂക്കിനെ എടുക്കാനല്ല പോകുന്നത്. അതിനേക്കാളും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവ് ഉണ്ട്. അതെ, ജസ്റ്റ് നൈറ്റ് E5 ആണ്. ഈ മൂവിൻ്റെ ഒരു മാജിക് എന്തെന്ന് കഴിഞ്ഞാൽ ഈ റൂക്കിനെ നമ്മൾ എടുക്കുന്നുമില്ല. ഈ റൂക്ക് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്താലും, ഫോർ എക്സാമ്പിൾ റൂക്കിനെ ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നേരിട്ട് ചെക്ക്മേറ്റ് ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇനി റൂക്കിനെ എങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മൂവ് ചെയ്താലും ഇവിടെയും ചെക്ക്മേറ്റ് ആണ്. ഇനി ആകെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു G6 പോണിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് റൂക്ക് F6 കൊണ്ടുവന്നു കഴിഞ്ഞാലോ നമ്മളിവിടെ ജസ്റ്റ് ക്യൂവിനായിട്ട് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഫുൾ ക്യൂനപ്പാണ്. ആൻഡ് ഇവിടെ വൈറ്റ് ഇവിടെ ഈസിലി ജയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ അലക്കൈൻ്റെ ഒരു അറ്റാക്കിംഗ് ടാക്ടിക്കുകളും ഇവിടെ മനസ്സിലായി കാണും. അതായത് ഈ ഒരു പൊസിഷനിൽ 2 പ്രാവശ്യം ഇവിടെ ക്യൂൻ ബലി കൊടുക്കുകയും ചെയ്തു. ഒരു റൂക്കിനെ എടുക്കാൻ കിട്ടിയിട്ടും അത് കളിക്കാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള അറ്റാക്കിംഗ് മൂവ്സ് ആയിട്ട് നൈറ്റ് E5 പോലത്തെ കില്ലർ മൂവ്സ് കളിച്ചു. അപ്പോൾ ഇതുകൊണ്ടാണ് അലക്സാണ്ടർ അലക്കൈൻ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രേറ്റസ്റ്റ് അറ്റാക്കിംഗ് ചെസ് പ്ലെയർ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.